മോദകത്തിനായി ഗണപതി പാർവതിയോട് ആവശ്യപ്പെടും. പാർവതി ഇത് ശിവനോട് പറയും. ശിവൻ കൈലാസം വിട്ടു പോകും. തുടർന്ന് കാണുക കൈലാസം. ദൈവങ്ങളെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ ചില സംഘങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അസഭ്യവർഷം നിറക്കുകയാണ്. ശിവനാണ്, പാർവതിയാണ്, ദൈവങ്ങളാണ്. അസഭ്യം തിരിച്ചു പറയില്ല എന്നാരും കരുതുക. ഉറപ്പായും തിരിച്ചു പറഞ്ഞു. ഇത് കൈലാസനാഥൻ സീരിയലിന്റെ ഒരു ഹാസ്യാവിഷ്കാരം മാത്രമായി കാണുക. വയലൻസ്, വയലൻസ്, വയലൻസ്. ഇവർക്ക് എല്ലാവർക്കും ഞാൻ തന്നെയല്ലേ ഡബ് ചെയ്യുന്ന. എടാ യാഷ് സുരേഷ് റൈന അതായത് ശിവനെ അവതരിപ്പിക്കുന്നവന്റെ പേരല്ലേ സുരേഷ് റൈന. എടാ വാഴ അത് മോഹിത് റൈന. തദാസ്തു. അയ്യോ സോറി ദൈവമേ. സമയമായി. ഓം നമഃ. സമയമായി. നാരായണായ. എന്തുവാടാ? ഓം നമ ശിവായ അല്ലേ? ഓം നമ എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് വന്നത്. ഇവിടെ വന്നപ്പോ നാരായണായ എന്നാ? അല്ലല്ല, നീ എന്തിനീ പ്രാർത്ഥിച്ച? നീ ആരെയാണ് പ്രാർത്ഥിച്ച? നാരായണന്. അത് നമുക്കൊരു വരം വേണമായിരുന്നു. എന്തോ വരം? അത് എനിക്ക് ഏകദേശം ഒരു 100 വർഷം ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പ്രാർത്ഥിച്ചതാണ്. അതിപ്പോ നീ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? എന്ത് തപസ്സോ? 125 വർഷങ്ങളായിരിക്കണോ? അപ്പൊ നിനക്ക് 100 വർഷം ജീവിച്ചിരിക്കണം. ഇപ്പൊ 125 വർഷമായി നീ തപസ് തുടങ്ങിയിട്ട്. ഇപ്പൊ 25 വർഷം നീ കൂടുതലാണ്. അയ്യോ, മനസ്സിലായ? അപ്പൊ 25 വർഷം പുറകിലോട്ട് പോയി ഞാൻ നിന്നെ കൊല്ലും. അങ്ങനെ പറയല്ലേ. പിന്നെ ഓക്കെയാണ്, മതി. ഓക്കെ, അപ്പൊ ഞാൻ തന്നാ മതിയാ വരം? ഉണ്ടെങ്കിൽ താ. എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? വെറുതെ അത്രയും ദൂരം നാം പോയി. ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? ഒരു കാര്യമില്ല. നാരായണ നാരായണ. ദേവർഷിയോ വന്നാലും നാരായണ. ദേവർഷിയോ വന്നാലും നാരായണ. ദേവർഷിയോ ഉപവിഷ്ടനായാലും നാരായണ. കുറെ നേരമായി. ഇപ്പൊ നാരായണക്കാരൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. അങ്ങേക്ക് എന്താണ് പറ്റിയത് പ്രഭു? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഓം നമ നാരായണ എന്ന് പറയൂ? അല്ല പ്രഭു, ഞാൻ പറയുന്നത് നാരായണ. അതല്ല ദേവർഷി, ഓം നമ ശിവായെന്നും ഓം നമോ നാരായണ എന്നല്ലേ പറയുന്നത്? അതെ. ഒരു അസുരൻ ഇപ്പൊ എന്നെ വിളിച്ച് ഓം നമ നാരായണ. ഞാൻ നമ എന്ന് പറഞ്ഞപ്പോ ഇവിടെ നിന്ന് അപ്രത്യക്ഷനായി. അവിടെ ചെന്ന് കയറി കൊടുത്തപ്പോ നാരായണ. കൊണം വരൂ, കൈലാസത്തിൽ നിന്ന് അവിടം വരെ പോയിട്ട് അത്രയും ദൂരം. ജയ് ശ്രീറാം. ആറാ നീ? ഇവിടെ വന്ന ലക്ഷ്മണനെ എന്നെ കണ്ട ലക്ഷ്മണായിട്ട് തോന്നുന്ന? ഒന്ന് റിവെറ്റിച്ച് നോക്കട്ടെ. എന്തോടാ ശിവന്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്ന? അണ്ണ അതില്ലേണ്ട, ശിവന്റെ ക്ലിപ്പില്ലേണ്ട. അവര് സെൻഡ് ചെയ്തിരുന്ന ഹാർഡ് ഡിസ്ക് ഡിലീറ്റ് ആയി പോയണ്ട. അപ്പൊ വേറെ ഒരു റഷും ഇല്ലാത്തോണ്ട് ഞാൻ ഇതെടുത്ത് വെച്ചേണ്. അടിപൊളി. അപ്പൊ ഈ എപ്പിഡോസ് അടങ്ങുമ്പോ നീയൊക്കെ ഏറിലായിരിക്കും. മറ്റേ സെറ്റല്ലേ? എടാ അത് ജയ് ഹനുമാന്റെ സെറ്റ്, അത് ചിത്രാഞ്ജലിയില്. ഇത് കൈലാസാദിന്റെ സെറ്റ്. ഓക്കെ സോറി ശിവ, സോറി. ഇവന്തിന് എനിക്ക് മണ്ണ് വന്നിട്ട് പോയത്? ഇതവന്റെ വായി വെക്കുന്ന സാധനമില്ലേ? ചുമ്മാ കളിപ്പിക്കാനായിട്ട്. ജയിക്കാനായി കളിക്കൂ.
കമ്പ്യൂട്ടറിനോടൊപ്പം 4 കോടി റിയൽ പ്ലേയേഴ്സിനോടൊപ്പം നിങ്ങൾ ഏതെങ്കിലും റമ്മി.com കളിച്ചാൽ നിങ്ങൾക്കൊല്ലാം മനസ്സിലായി എല്ലാം പെട്ടെന്ന് അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യൂ ചങ്കിളി റമ്മിയ. മാതേ നമുക്ക് മോദകങ്ങൾ കഴിക്കാൻ കൊതിയുണ്ട് മാതേ, നമുക്ക് മോദകമുണ്ടാക്കി തരുകില്ലേ? പുത്ര ഗണേശ, മോദകമുണ്ടാക്കാനുള്ള ആട്ടാമാവും മൈദാമാവും ഒക്കെ തീർന്നിരിക്കുകയാണ് പുത്ര. അത് വാങ്ങുവാനായി നിന്റെ പിതാവ് ആറ്റിങ്ങനുള്ള സുരേന്ദ്രണ്ണന്റെ കടയിൽ പോയിട്ട് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല പുത്ര. മാതേ, പിതാവിതാ എത്തിക്കഴിഞ്ഞു. പിതാവേ, ആട്ടാമാവും മൈദാമാവും കിട്ടിയോ? പുത്ര ഗണേശ, ആട്ടാമാവും മൈദാമാവും കിട്ടി. പക്ഷെ നീ സൂക്ഷിച്ച് മോദകങ്ങൾ കഴിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നാളെ രാവിലെ നാം തന്നെ കൈലാസം വൃത്തിയാക്കേണ്ടി വരും. നീ ഒരു കാര്യം വിസ്മരിക്കുന്നു പുത്ര, കൈലാസത്തിൽ ടോയ്ലറ്റുകളില്ല എന്ന കാര്യം. നാരായണ നാരായണ, ആ മൃഗാസുരനും ദേവേന്ദ്രനും ദേവലോകത്ത് പൊരിഞ്ഞ അടി നടക്കുകയാണ്. കാരണം എന്താണ്? അത് നമ്മളെ ദേവേന്ദ്രന്റെ വാഹനമില്ല, ഐരാവതം. ആ വെള്ള വാഹനം എടുത്തോട് മൃഗാസുരെടുത്തോണ്ട് കറുത്ത പെയിന്റ് അടിച്ചിട്ട് ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോയി ആന എഴുന്നള്ളത്തെന്ന് പറഞ്ഞ് കൊണ്ടുവച്ചേക്കേ. അപ്പൊ അതിന്റെ അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ കേരളത്തിൽ ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അത് പറഞ്ഞിട്ടാണ് അവരവിടെ കിടന്ന് അടിയൂടുന്നത്. നാരായണ നാരായണ. ശിവൻ ഇപ്പോഴും എന്തിനാ ഈ BGM കൊടുക്കുന്നത്? കേട്ടാണെങ്കിൽ ഫീൽ ഗുഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പിന്നെ മറ്റേ പാട്ട് എടുത്തിട്ടൂടി, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫീൽ ഗുഡ് അതേതന്നെ. മഹാവിഷ്ണു അവിടെ എനിക്ക് എല്ലാം കൂടി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. സുദർശനാണല്ലോ ഈ സുദർശന ചക്രം എടുത്തിരുന്നത്. അതിന് അപ്പൊ സുദർശനന് വാടക കൊടുത്തിരുന്നത് സുദർശനം വന്ന് ചക്രം എടുത്തുണ്ടാകും. സൂപ്പർ. ഇപ്പൊ ചക്രം ഉണ്ടെങ്കിലേ പുള്ളി പുറത്തിറങ്ങുള്ളൂ പറഞ്ഞ് വീട്ടിന്റെ അകത്ത് ഇറങ്ങിയിരിക്കുക. നാരായണ നാരായണ. സോറി, ബ്രഹ്മാവ് ഇവിടെ ഏതോ അംഗനവാടിയില് ഉപ്പാവ് തിന്നാനെന്നും പറഞ്ഞ് പോയേക്കേ. അപ്പൊ 4 കുട്ടികളുടെ ഉപ്പാവ് നാരായണ നാരായണ. എന്റെ നേർക്ക് വരുന്നു, ഞാനിപ്പോ ചാവും. എടാ, ഞാൻ അവന് കൊടുത്ത വരം എന്താന്ന് നിനക്ക് അറിയാമോ? എന്ത്? ആരെയാണ് അമ്പ് ചെയ്യുന്നത്? അവന്റെ തലയിൽ അമ്പ് കുത്തി അവൻ രക്തം തുപ്പിച്ചാവും. രക്തം തുപ്പണോ? തുപ്പണം തുപ്പണം തുപ്പണം. ഓക്കെ, എന്നാൽ അങ്ങനെയാകട്ടെ. അതുകൊണ്ട് നിന്നെ കുത്തിയില്ലെങ്കിൽ ഇത് എന്നെ കുത്തും. ഞാനൊരു വൈരാഗിയാണ്, എപ്പോഴും വൈരാഗ്യമുള്ളിൽ സൂക്ഷിക്കുന്നവൻ. ഒരു ഭക്തനോ നമ്മോട് ഭക്തി തോന്നിയാൽ നമുക്ക് അവനോട് വൈരാഗ്യം തോന്നും. തിരിച്ച് ഒരു ഭക്തന് എന്നോട് ഭക്തി തോന്നിയാൽ അവൻ എന്നോടും വൈരാഗ്യം തോന്നും. എന്താണ് തോന്നടി ഇത് എഴുതി വെച്ചേക്കുന്നത്? മൊത്തം തെറ്റാണല്ലോ പണ്ടാരം ഉണങ്ങാനായിട്ട്.